ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതിയിൽ നിന്നും ഇപ്പോൾ പൊലയമ്പാറ എന്ന പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഏകദേശം 90 കോടി പാസ്സായി, കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും പാസ്സായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നാളിതുവരെയായി ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഹൈക്കോടതിയിൽ കേസ് എന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ റോഡ് വീതി കുറവ് ഉള്ളത് കൊണ്ട് ഈ AB തോമസിൻ്റെ കമ്പനിയിലും അവിടെയും മറ്റേ AB തോമസിൻ്റെ കമ്പനി ഇവിടെ ചന്ദ്രമല എസ്റ്റേറ്റ്, പൊലയമ്പാറ എന്നീ മേഖലകളിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റ് കേന്ദ്രം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ഭാഗത്തും തമിഴ്നാട് പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ആയിരക്കണക്കിന് വണ്ടി ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇവിടെ 4 പ്രൈവറ്റ് ബസ്സാണ് ഉള്ളത്. 4 പ്രൈവറ്റ് ബസ് ഉള്ളതിൽ 2 പ്രൈവറ്റ് ബസ്സിന് ആൾ കമ്മിയാണ്. അപ്പോൾ നെന്മാറയിൽ നിന്നും പാലക്കാട് നെന്മാറയിൽ നിന്നും എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ നെന്മാറ എത്തിയാൽ അവർക്ക് ടൂറിസ്റ്റിലെ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഉണ്ട്. 6 ബസ് സർവീസ് നടത്തുന്നുണ്ട്. 12 സർവീസാണ് നടത്തുന്നത്. എല്ലാ ടൂറിസ്റ്റ് വരുന്ന ജനങ്ങളും ഇവിടെ വന്ന് സൗകര്യങ്ങൾ ആക്കിത്തരുന്നതിനും ഇവിടുത്തെ ടൂറിസ്റ്റ് ഹോമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനും സർക്കാരും മറ്റുള്ളവരും വേണ്ട നടപടി സ്വീകരിക്കണമെന്നും, ഇടത്താവളമായ പോത്തുണ്ടിയാണ്. പോത്തുണ്ടിയിൽ നിന്നും ഇടത്താവളം ടൂറിസ്റ്റ് മേഖലയിൽ ഏഷ്യയിൽ തന്നെ 2ാം സ്ഥാനത്താണ് പോത്തുണ്ടി എന്ന സ്ഥലം. ഈ പോത്തുണ്ടി എന്ന സ്ഥലത്ത് ഇടത്താവളമാണ്, നെല്ലിയാമ്പതിയുടെ ഇടത്താവളമാണ് പോത്തുണ്ടി. ഇവിടെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ലാട്രിൻ സൗകര്യങ്ങളും മറ്റുള്ളതൊക്കെ ഒന്ന് ഇടത്താവളത്ത് ചെയ്യണം. സർക്കാർ ഡോർമെറ്ററി ചെയ്ത് ടൂറിസ്റ്റ് ഹോമുകളൊക്കെ കൂടുതൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ വികസനം എത്തുകയുള്ളൂ. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 4 മീറ്റർ വീതി മാത്രമേ ഉള്ളൂ. കുറഞ്ഞത് 6 മീറ്റർ വീതിയെങ്കിലും വേണം. അതിനുള്ള സൗകര്യം ചെയ്ത് ഈ ഫണ്ട്, മുടങ്ങിക്കിടക്കുന്ന ഫണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ച് ജനങ്ങൾക്ക് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹെയർ പിന്നൊക്കെ ഉണ്ട്, അതൊക്കെ വീതി കൂട്ടി, റോഡൊക്കെ വീതി കൂട്ടി സൈഡൊക്കെ കെട്ടേണ്ട, അവിടെ പാർശ്വഭിത്തികളൊക്കെ കെട്ടി ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള പണി നടത്തണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഇതിന് ഉണർന്ന് പ്രവർത്തിക്കുകയും ഇത് എവിടെയാണ് ഈ ഹൈക്കോടതിയിൽ കേസ് നടക്കണമെന്നാണ് പറയുന്നത്. ഇതിന് ടെൻഡർ എടുത്ത ആൾ പൈസ പോരാഞ്ഞോ എന്തോ കാര്യത്തിലാണ് നിർത്തി വച്ചിരിക്കുന്നത്. അത് ഇടപെട്ട് അടിയന്തരമായി ഈ റോഡ് പുനഃസ്ഥാപിച്ച് തരുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ, നെന്മാറ പഞ്ചായത്ത് മെമ്പർ ആവശ്യപ്പെട്ടു.